എന്റെ ഇന്റർവ്യൂ ഒരിക്കൽ എന്റെ ബാസിയുടെ ഒരു പരിപാടിയാണ് തേരിമേരി എന്നുള്ള പരിപാടി. അതിൽ നിങ്ങളോട് വളരെ മോശമായിട്ട് ഞാനും ബാസിയും പെരുമാറിയത് ഇവരും കൂടിയിരുന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇത്രയും മോശമായിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങൾ പെരുമാറിയ? ഞാൻ പെരുമാറിയിരുന്നു ശരിക്കും നിങ്ങളോട് അങ്ങനെ മോശമായിട്ട്? അല്ലല്ല, എനിക്ക് കൂടുതലായിട്ടും മോശമായിട്ട് പെരുമാറിയ ബാസി ആയിരിക്കും. അതെ അതെ, കൃത്യമായിട്ട് പറയുകയും ഞാൻ പറഞ്ഞു. അവിടെ ഒന്നുമല്ലാതെ നിൽക്കേണ്ടതായി വന്നു. അതിൽ അവിടെ ഒന്നും പറയാൻ പറ്റാതെ ഏത് സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്നുള്ള പക്ഷെ നൈസായിട്ട് ബാസിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇടക്ക് ഉള്ളിൽ, അല്ലേ? പുള്ളിനേക്കാൾ മുന്നേ കാണാൻ തുടങ്ങിയതാണ് ബാസി. ശരിയാ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം പിന്നെ ഞാനും ബാസിയും ഓൾറെഡി സ്റ്റേജിലുമായിരുന്നു. ഞങ്ങൾ അതിലെ നടന്മാരുമാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി സ്റ്റേജിലായിരുന്നു. നിങ്ങൾ അതിനുശേഷമാണ് സ്റ്റേജിലേക്ക് കയറി വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്ക് അതേപോലെ തന്നെ എനിക്കും ഭയങ്കര സൗഹൃദമുള്ള സുഹൃത്താണ്. എന്നിട്ട് ഞാൻ കൃത്യമായി വന്ന് പറഞ്ഞു അവൻ ചെയ്ത മോശമാണ്, അല്ലേ? ഒരു സുഹൃത്ത് മോശം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ വേറൊരു കൂട്ടുകാരന്റെ കടമ, അല്ലേ? ചോദ്യമാണ്. രണ്ടു കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതാണോ ഒരു കൂട്ടുകാരന്റെ കടമ? ഞാൻ നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞല്ലോ, അവനെ പറ്റി മോശമായിട്ട് പറഞ്ഞു. പക്ഷെ കൂടുതൽ നേരം നിന്നത് ആ സൈഡിൽ വലിയൊരു സൈഡ് വലിയ പോയി. അത് പിന്നെ ഒരേ പ്രായക്കാരാകുമ്പോഴുണ്ടാവുന്ന ഇവിടെ പ്രായം ഒരു മാനദണ്ഡമാണെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എതിരെ ഞാൻ അവിടെ ഒന്നും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഇതൊക്കെ വീട് ഇങ്ങോട്ട് വാങ്ങാനല്ലേ പറഞ്ഞേ. ചില സമയത്ത് സൈലൻസ് ആണ് ഏറ്റവും വലിയൊരു ഇതാണ് മാറുന്നത്. ഇത്തരം ഘട്ടങ്ങളെല്ലാം എല്ലാ കാര്യത്തിനും അഭിപ്രായമുള്ള ഒരാൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? കാരണം കൂട്ടുകാരെ തമ്മിൽ അടുപ്പിക്കുക, കൂട്ടുകാരെ തമ്മിൽ തെറ്റിക്കുന്ന പരിപാടി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം. ഞാൻ മാക്സിമം അവരോട് പറയും വഴക്കും വെക്കാണോ ഇല്ലാതെ പോവാന്നുള്ളതാണ്. അത് ഇങ്ങനത്തെ ഒരു പ്രധാന ചടങ്ങൊക്കെ ആയിട്ട് കയറി വരുന്ന സമയത്ത് അങ്ങോട്ട് പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയമില്ലല്ലേ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അല്ല, ഇത് പറഞ്ഞു വന്നപ്പോ ഇവരിപ്പോ ഇത്ര വലിയ വലിയ ചമ്മാരന്മാർക്ക് സംസാരിക്കുക. ചെയ്ത് മോശമായി പോയി, ചെയ്ത് മോശം. കാരണം ഞങ്ങൾ സിനിമ ചെയ്ത് മോശമല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു മോശം കണ്ടുപിടിക്കും. അത് ശരിയാ. അതൊരു നമ്മൾ ഇപ്പൊ ഇത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം മോശപ്പെട്ടതും ഭയങ്കര അഗ്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി ഞങ്ങള്. ആ അഗ്ലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്യന്റെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ വിട്ടു ആ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ഇതൊരു സുഹൃത്തുക്കൾക്കിടയിൽ നടന്നൊരു സംഭവമായി കണക്കാക്കി കൂടെ എന്നുള്ള രീതിയിലാണ് കണക്കാക്കി. ഞാനൊരു സുഹൃത്തുക്കളുടെ ഇതിൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്റെ സുഹൃത്താണല്ലോ അവൻ. അതെ, നിങ്ങളെന്റെ സുഹൃത്താണ്, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അത്രേ ഉള്ളൂ. സത്യസന്ധമായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ആ അഭിപ്രായം ദുർഗയ്ക്ക് ഒന്നും അറിയാൻ ദുർഗ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.